സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചവർക്ക് മാത്രമാണ്. കാരണം ലിയോയുടെ ജീവിതം അവന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം വിഷം പോലെ കഠിനമായി മാറി. ബന്ധുക്കൾ ലിയോയുടെ അമ്മയെ ബലപ്രയോഗം നടത്തി വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് ലേലം ചെയ്യാൻ കോടതിയിൽ അപേക്ഷ നൽകി. എന്ത് ചെയ്താലും 3 മാസത്തിനുള്ളിൽ 3 കോടി രൂപ ഉണ്ടാക്കി ഞാൻ എന്റെ വീട് രക്ഷിക്കും. എന്നെ തന്നെ വിൽക്കേണ്ടി വന്നാലും ലോകമെമ്പാടുമുള്ളവരോട് പോരാടേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. ലിയോയെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ ലിയോയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഡോക്ടർ ബെഞ്ചമിൻ മുന്നിൽ വന്നു. അയാൾ തന്റെ രഹസ്യ ദൗത്യത്തിനായി ലിയോയെ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് മൈൽ ദൂരെയുള്ള സൈഫർ എന്ന ഗ്രഹത്തിലേക്ക് അയച്ചു. അവിടെ ഏലിയൻസിനെ കൊന്ന് ഒറ്റയടിക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം. പക്ഷേ സൈഫർ ഗ്രഹത്തിൽ ജീവിക്കുന്നത് എളുപ്പമല്ലായിരുന്നു. വിചിത്രമായ ഏലിയൻസിന്റെ ഇടയിൽ ജീവനുള്ള കാടുകൾക്കും രക്തം നിറഞ്ഞ നദികൾക്കും നടുവിൽ പറക്കുന്ന പർവ്വതങ്ങളിൽ വസിക്കുന്ന ഏലിയൻ മോൺസ്റ്ററുകളെ നേരിടുന്നത് എല്ലാവർക്കും സാധ്യമല്ല. പക്ഷേ ലിയോ അവിടെ പോകാൻ തീരുമാനിച്ചു. ടെലിപോർട്ട് മെഷീൻ വഴി സൈഫറിലെത്തി 3 ദിവസത്തിനു ശേഷം ലിയോ തന്റെ ആദ്യ വേട്ടയാടൽ നടത്തി. അവന്റെ ജീവിതം അന്നു മുതൽ മറ്റൊന്നാകാൻ തുടങ്ങി. ഞാനൊരു വെള്ള നരിയെ കുത്തിയതാ. പക്ഷേ നരി അങ്ങനെ ഒരു പെൺകുട്ടിയായി മാറി. എടാ വിവരം കെട്ടവനെ, ഇവിടെ എല്ലാവർക്കും അറിയാൻ ഞാൻ നരിയുടെ വേഷത്തിലാ എന്റെ വേട്ടയാടലുകൾ നടത്തുന്നേന്ന്. എന്നോട് ക്ഷമിക്കൂ, ഞാനിവിടെ പുതിയ ആളാ. അടുത്ത തവണ നീ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിച്ചാ കത്തി എന്റെ കയ്യിലും കഴുത്ത് നിന്റെ കയ്യിലും ആയിരിക്കും. ഇന്നു മുതൽ നീ ഈ സൈഫർ ഗ്രഹത്തിൽ ഒറ്റയ്ക്കായിരിക്കും. ആരെങ്കിലും നിന്നോട് സൗഹൃദം കാണിക്കോ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയോ ചെയ്താ അവരെന്റെ ശത്രുവായിരിക്കും. വിപാഷ ഇത്രയും പറഞ്ഞ് തന്റെ വെള്ള ഡ്രാഗണിൽ കയറി അവിടെ നിന്ന് പോയി. എന്നാൽ ഇതിനുശേഷം ലിയോയുടെ ജീവിതം നരകത്തേക്കാൾ മോശമായി. ലിയോ പല തവണ വേട്ടയാടാൻ പോയി. പക്ഷെ ഓരോ തവണയും നിരാശ മാത്രമേ ബാക്കിയായുള്ളൂ. പലപ്പോഴും ലിയോ വെറും കൈയോടെ തിരിച്ചെത്തി. മാത്രമല്ല ആരും അവനോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ആരും അവനെ സഹായിക്കാനും മുന്നിൽ വന്നില്ല. എന്നാൽ ഇതെല്ലാം അവസാനിച്ചത് ഒരു സ്വർണ്ണ മൃഗത്തെ കൊന്ന് ലിയോ ഒരു സ്വർണ്ണ കവചം നേടിയപ്പോഴാണ്. അന്നു മുതൽ അവന്റെ ജീവിതം പൂർണ്ണമായും മാറി. കാരണം ഇപ്പോൾ സൈഫറിന്റെ ഏറ്റവും ശക്തമായ സ്വർണ്ണ കവചം അവന്റെ പക്കലായിരുന്നു. എന്റെ കൈവശം ഇപ്പോ ഒരു സ്വർണ്ണ കവചത്തിന്റെ ശക്തി ഉണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാൽ ഇവരെന്നിൽ നിന്ന് ഈ കവചവും പിടിച്ചെടുക്കും. ശക്തിയുടെ വിശപ്പുള്ളവർ ഒരിക്കലും ആരുടെയും സ്നേഹിതരല്ല. ലിയോ അറിയാതെ സൈഫറിന്റെ സുരക്ഷയ്ക്കായി റൈഡൻ സിറ്റി ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന ചില ക്യാമറകൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതിലൂടെ റൈഡൻ സിറ്റി സൈഫറിൽ നിരീക്ഷണം നടത്തി. ലിയോ സ്വർണ്ണ കവചം ധരിച്ച് ഒരു നിഷിദ്ധ പ്രദേശത്തേക്ക് പോയി. അവിടെ വിഷം നിറച്ച പച്ച നിറത്തിലുള്ള വെട്ടുക്കിളികൾ ഉണ്ടായിരുന്നു. ലിയോ ഓരോന്നായി അവയെ കൊന്നു. അപ്പോൾ വിപാഷയുടെ ഗ്യാങ്ങിൽ പ്രവർത്തിക്കുന്ന ജയ് ലിയോയെ കണ്ടുമുട്ടി. നീ ഒരു സാധാരണ മനുഷ്യനാണോ അല്ലെങ്കിൽ മരണത്തിന്റെ ദേവനാണോ? നിന്റെ പേരെന്താണ്? നീ വിഷം നിറച്ച വെട്ടുകിളികളെ എങ്ങനെ കൊന്നു? നീ ഇവയെ എനിക്ക് വിൽക്കുമോ? ഞാൻ നിനക്ക് ഉയർന്ന വില നൽകും. ലിയോ മനസ്സിലാക്കി, ജയ് അവനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് റൈഡൻ സിറ്റിയിൽ എളുപ്പത്തിൽ പ്രചരിക്കും. ഇതിനെ തുടർന്ന് ലിയോ തന്റെ യാഥാർത്ഥ്യം മറച്ചുവെച്ച് ജയ്യോട് പറഞ്ഞു, എന്റെ പേര് സൂര്യനാണ്. നിനക്കെന്നെ മരണത്തിന്റെ ദേവൻ എന്ന് വിളിക്കാം. ആരുടെ ജീവൻ എടുക്കുന്നതും എനിക്ക് വെറും കുട്ടിക്കളിയാ. ഇനി പറയൂ, ഇവയ്ക്ക് നീ എന്ത് വില നൽകും? ഞാൻ നിനക്ക് ഈ 1.5 ഡസൻ വെട്ടുകിളികൾക്ക് 50 ലക്ഷം രൂപ നൽകാം. നീ എനിക്ക് വേണ്ടി വലിയ വേട്ടകൾ നടത്തിയ നീ ആവശ്യപ്പെടുന്ന എത്ര വലിയ വിലയും ഞാൻ നൽകാം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.